കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കെ, അവൻ വരും. ഇല്ലെങ്കിൽ എന്റെ മോൻ കൊണ്ടുവരുവന്നേ. താരെ, മോള് പേടിക്കണ്ട. നിന്റെ ഹസ്ബൻഡിനെ ഒരു കുഴപ്പവും വരാതെ മൈ ലിറ്റിൽ കണ്ണൻ കാത്തോളും. ഡേക്ക് ഒന്ന് വണ്ടി നിർത്തോ, ഈ ഓട്ടോ സ്റ്റാൻഡിലൊന്ന് ചോദിച്ചു നോക്കാം. ഈ കാലുകൊണ്ടല്ലേ നീ എന്റെ നെഞ്ചത്ത് ചവിട്ടിയത്? ഇനി ഈ കാല് നിനക്ക് വേണ്ട. നീ സൂക്ഷിച്ചോ, ഡേക്ക് ചെയ്തറിഞ്ഞ നിന്നെ വെറുതെ വിടില്ല. ഇങ്ങനെ നരയിപ്പിക്കാതെ എന്നെ അങ്ങ് കൊല്ലടാ. ഏയ്, കൊല്ലാൻ പറ്റില്ല. നിന്നെ അങ്ങനെ കൊന്നാ പിന്നെ എങ്ങനെയാ DKക്ക് വേദനിക്കുന്നത്? കൊന്ന DKയുടെ എല്ലാ വേദനയും തീരില്ലേ? അവനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വേദനിക്കണം. എങ്കിലല്ലേ എനിക്ക് സന്തോഷിക്കാൻ കഴിയൂ. ഇപ്പൊ നീ പിന്നെ നിന്റെ വീട്ടിലുള്ള ഓരോരുത്തരും വരും. ഓരോരുത്തരെയും ഞാൻ ഈ അവസ്ഥയിലെത്തിക്കും. അതിന് നിനക്ക് സാധിക്കണോ? അതിനു മുമ്പ് DK നിന്നെ കൊല്ലും. എടാ, നിന്റെ DKക്ക് ഇത് തന്നെയാ ഗതി. നീ നോക്കിക്കോ. അതിന് നീ 2 ജന്മം ജനിക്കണം. ഒന്ന് നീ ഓർത്തോ, DKക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട ദിവസം. അതോർത്ത് നീ പിന്നീട് ദുഃഖിക്കേണ്ടി വരുവാടാ. ഒന്ന് മാറ്റുമിണ്ടായിരിക്കണം. അവന്റെ ഒരു വീരവാദം, അവനും അവന്റെ ഒരു DKയും. എടാ മൂർത്തി, നിങ്ങളുടെ DKയുടെ ഒരുപാട് കാശ് പറ്റിച്ചവനാ നീ. നീ ഇപ്പോഴും ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത് DKയുടെ ദയാ. DKയുടെ വിഷയാണ് നിന്റെ ജീവൻ. അത് നീ മറക്കരുത്. സർ, ഇതൊന്നും നിർത്തുന്നുണ്ടോ? ഇനിയും DK പ്രൊവോക്ക് ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഇതിവിടെ അവസാനിപ്പിക്കും സാറേ. നമുക്ക് തിരിച്ചു പോവാം. അവൻ അലറി പാഞ്ഞു വരട്ടെ എന്റെ നേരെ. എടോ, അവന്റെ നേരെ നല്ല 1-ാം തരം ഡബിൾ ബാരൽ ഗണ്ണ് വെച്ച് ഒരൊറ്റ വെടി, അതോടെ തീരും അവൻ. സർ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാവുന്നേ ഉള്ളൂ. പക്ഷേ DKയെ കുറിച്ച് കേട്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാ. അയാളെ ഇനിയും പ്രകോപിപ്പിക്കാതെ ഇവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം. താനിങ്ങനെ പേടിക്കാതോ. അവന്റെ ഒരു DK, എടോ, ഊതി വീർപ്പിച്ച ബലൂൺ പോലെ ഇപ്പൊ DK. ദാ ഇവന്റെ ജീവന് വേണ്ടി അവൻ എന്റെ കാല് പിടിക്കും. ഒന്നും അവസാനിപ്പിക്കാറായിട്ടില്ലടോ. എല്ലാം അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മൂർത്തി, എന്തായടോ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, അന്വേഷിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഗോകുലിനെ കണ്ടെത്താനാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എടോ, എന്തെങ്കിലും ഒരു വിവരം കിട്ടിയേ പറ്റൂ. അല്ലാതെ എനിക്ക് വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. താരയുടെ അമ്മയുടെ മുന്നിൽ ചെന്ന് എനിക്ക് അവരെ അഭിമുഖീകരിക്കാൻ പറ്റില്ല. ഞാൻ അവരോട് എന്ത് മറുപടി പറയും? എവിടെ വെച്ചാ ഗോകുൽ അവസാനമായി നിങ്ങളോട് യാത്ര പറഞ്ഞു പോയത്? ഞങ്ങളൊരു മീറ്റിങ്ങിനായി മാള് വരെ പോയിരുന്നു. ആ മാളിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴാണ് അവനൊരു ഫോൺ വന്നത്. ആ ഫോൺ വന്നപ്പോൾ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അവൻ ഞങ്ങളുടെ അടുത്തുനിന്ന് പോയി. ഞങ്ങളോടൊന്നും പറയാതെ അവൻ ഇങ്ങനെ ചില യാത്രകളൊക്കെ പതിവുള്ളതാ. യാത്രകളെന്ന് പറഞ്ഞ് അവൻ ആരുടെ അടുത്തേക്കാ പോകുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. എന്താ ചോദിക്കാത്തത്? നിങ്ങൾ 3 പേരും അല്ലേ എപ്പോഴും ഒരുമിച്ച് നടക്കുന്നത്? അവന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന്
നേരത്തെ നിങ്ങൾ പോലീസ് അറിയിക്കാത്തെന്താ? അതങ്ങനെ മോശ സ്വഭാവമൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് അവന്റെ കൂടെ പഠിച്ച ചില സുഹൃത്തുക്കൾ വരും. അവരുടെ കൂടെ ചിലപ്പോ ഒന്ന് ചുറ്റാൻ പോവും. അത്രേ ഉള്ളൂ സാറേ. അല്ലാതെ അതത്ര കാര്യമായിട്ടൊന്നുമില്ല. ഇന്നങ്ങനെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല, അങ്ങനെ ആരും വന്നതായിട്ട് ഓർക്കുന്നില്ല. പിന്നെ ആരുടെ ഫോൺ കോളാ വന്നത്? അതറിയില്ല സർ. അതിനെക്കുറിച്ചൊന്നും അവൻ ഞങ്ങളോട് പറഞ്ഞില്ല. ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഒരു പോക്ക് പോയതാ. അയാളുടെ വണ്ടി തന്നെയാണോ പോയത്? അതെ. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ്. നിങ്ങളുടെ അടുത്തുനിന്ന് പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫായി. അങ്ങനെ ഫോൺ ഓഫാക്കി വെക്കുന്ന ശീലം അവനില്ല സാറേ. അപ്പോ മറ്റാരെങ്കിലും ആയിരിക്കും ആ ഫോൺ ഓഫ് ചെയ്തത്. അതെ സർ, അവനങ്ങനെ ഒരിക്കലും ഫോൺ ഓഫാക്കി വെക്കുന്ന ശീലമില്ല. എടോ, എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. അവനൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. എനിക്ക് അവനില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പോലീസ് നാട് മുഴുവൻ അരിച്ചു പെറുക്കുന്നുണ്ട്, എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിടത്തും അയാളുടെ വാഹനം കണ്ടെത്താനായിട്ടില്ല. അതുമാത്രമല്ല, അയാളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്നതിനുള്ള ഒരു സൂചന നമുക്ക് കിട്ടിയിട്ടില്ല. അയാളെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണെങ്കിൽ അയാളുടെ വാഹനമെങ്കിലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞേനെ. അല്ല സർ, ആ കാറോട് കൂടിയാണ് ഗോകുലിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതെങ്കിലോ? അല്ല, അങ്ങനെയും ചിന്തിച്ചൂടെ? ഹലോ, എന്താ? എന്താ വരിക? താരേച്ചിയോട് സമാധാനമായിട്ടിരിക്കാൻ പറയാം. ഇല്ല, ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ അവനെയും കൊണ്ടേ വരൂ. പോലീസും കൂടെ അന്വേഷിക്കുന്നുണ്ട്. ഉടനെ എന്തെങ്കിലും വിവരം കിട്ടും. ആരാ വിളിച്ചത്? ചിത്രയെ വിളിച്ചത്. താരേച്ച ഇവിടെ വല്ലാതെ ബഹളം വെച്ച് കരയാണെന്ന്. ഞാൻ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? ഇതാ കേട്ടില്ലേ, വീട്ടിലെല്ലാവരും കരച്ചിലും ബഹളമാണ്. വീടിന്റെ സമാധാനം തന്നെ പോയി. അവനില്ലാതെ എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ല. താൻ എന്തെങ്കിലും ഒരു വഴി പറയടോ. ആ വിഘ്നേഷ് തന്നെ ആയിരിക്കുമോ ഇതിന്റെ പിന്നിൽ? ആയിരിക്കും. താൻ അവനെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കേ. അവനെ കിട്ടിയാൽ ഗോകുൽ എവിടെയുണ്ടെന്ന് ഉറപ്പായിട്ടും വിവരം കിട്ടും. താൻ വിഷമിക്കണ്ട, നമുക്ക് ഈ രാത്രി തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാം. അവൻ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. താൻ ധൈര്യമായിട്ടിരിക്കേ. തൽക്കാലം നിങ്ങൾ വീട്ടിലേക്ക് ചെല്ല്. അവിടെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കേ. അവർക്കൊരു സമാധാനം കൊടുക്ക്. ചെല്ല്, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. താരേ, നീ ഒന്ന് സമാധാനിക്ക്. ഗോകുല് വരും. അതേന്നേ, എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും കാണാൻ പോയതായിരിക്കും. എവിടെ പോയാലും ഗോകുലേട്ടൻ എന്നോട് പറഞ്ഞിട്ട് പോവും. ഇപ്പൊ ഫോൺ ഓഫാ. എന്റെ ഗോകുലേട്ടൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാ. അങ്ങനെയൊന്നും വരില്ല. അവനിങ്ങ് വരും, പേടിക്കണ്ട. ഗോകുലേട്ടന് ഉടനെ വരും. മോളെ താരെ, എന്തിനാ ഇങ്ങനെ കരഞ്ഞു ബഹളം വയ്ക്കുന്നേ? നീ ധൈര്യമായിട്ടിരിക്കേ. എന്റെ മോനവനെ കൊണ്ടുവരാൻ പോയിരിക്കല്ലേ. അവൻ കൊണ്ടുവരും. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ഗോകുലേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ഈ വീട്ടിൽ കെട്ടി തൂങ്ങിച്ചാവും. താരെ, ഇങ്ങനെ ഓരോ കാര്യത്തിനും മരിക്കാൻ തീരുമാനിച്ചാ പിന്നെ അതിനെ സമയം കാണും. അതെ, എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് ആരെങ്കിലും കാണാൻ വേണ്ടി പോയതായിരിക്കും. അതായിരിക്കും ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചാർജ് തീർന്ന് ഓഫായി പോയി കാണും. നീ പേടിക്കാതിരിക്ക. ഉടനെ തന്നെ ഗൂഗിളിൽ തിരിച്ചു വിളിക്കും. അങ്ങനെ പറഞ്ഞ ആരും എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്റെ ഗൂഗിളിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിക്കാതിരിക്കില്ല. ജ്യോതി, നീ ഡിക്ക് ഒന്ന് വിളിച്ചു നോക്ക്. എന്തായെന്നൊന്ന് ചോദിക്ക്. എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അറിയട്ടെ. അല്ലാതെ ഒരു സമാധാനമല്ല ജ്യോതി. പ്ലീസ് ഒന്ന് വിളിച്ചു നോക്ക് ജ്യോതി. വിളിക്കാം.
നോക്കട്ടെ. ഹിറ്റ്ലർ ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്നാ പിന്നെ ശ്രീരാമേട്ടനെ ബാലുവിനെ വിളിക്ക്. എന്തെങ്കിലും ഒരു വിവരം കിട്ടാതെ എനിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. അമ്മ ഒന്ന് പറയമ്മ. ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് ചോദിക്കും. ബേട്ടി, ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ടോ ബഹളം വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. സമാധാനത്തോടെ നേരിടണം. അവൻ നിന്റെ ഭർത്താവ് മാത്രമല്ല, എന്റെ പേരക്കുട്ടി കൂടിയാ. അവനെ കാണാത്തതിൽ നിന്നെ പോലെ തന്നെ ഞങ്ങൾക്കും വിഷമൊക്കെയുണ്ട്. അവൻ വരും. പ്രാർത്ഥിക്ക്. അവൻ ഒരാപത്തും വരാതെ തിരിച്ചു വരാൻ പ്രാർത്ഥിക്ക്. അമ്മ പ്രാർത്ഥിച്ചോണ്ടിരുന്ന കാര്യം നടക്കില്ല. എവിടെയെങ്കിലും പോയി അന്വേഷിച്ചേ പറ്റൂ. ഡീക്ക് ഒന്ന് വിളിച്ച് പറ. പോലീസുകാരോട് എവിടെയെങ്കിലും ഒന്ന് പോയി കണ്ടുപിടിച്ചോണ്ട് വരാൻ പറ. കരയാതിരിക്കുന്നോളെ. എന്തെങ്കിലും വിവരം കിട്ടിയോ? ഗോകുൽ എവിടെ പോയി? എന്താ ഗോകുലിന് സംഭവിച്ചത്? പറയടാ മോനെ, അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, അന്വേഷിച്ചോണ്ടിരിക്കുക. ആ വിഘ്നേഷ് തന്നെ ഇതൊക്കെ ചെയ്ത്. അവനെ പിടിച്ച ഗോകുൽ എവിടെയാന്നറിയാം. ഡീക്കെ, എങ്ങനെയെങ്കിലും എന്റെ ഗോകുലിനൊന്ന് തിരിച്ചു കൊണ്ടുവരണം. ഗോകുലിനൊന്നും സംഭവിക്കരുത്. താരെ, നീ ബഹളം വെക്കാതെ. ഗോകുല് തിരിച്ചു വരും. എന്നിട്ട് എവിടെ? എന്റെ ഗോകുൽ എവിടെ? DK, താരേച്ചി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ആ വിഘ്നേഷ് പ്രതികാരം തീർത്തതാണെങ്കിലോ? സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അതിന് തെളിവുകളൊന്നുമില്ല. എന്തെങ്കിലും തെളിവ് കിട്ടുന്നവരെ അങ്ങോട്ട് കയറി ഒന്നും ചെയ്യാനും പറ്റില്ല. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വിവരം കിട്ടും. എന്റെ ഗോകുലിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്റെ ഗുരുവായൂരപ്പ, ഈ വീടിന് വേണ്ടി ഓരോരുത്തരെ ബലി കൊടുക്കണമെന്നായിരിക്കും വിധി. നീ ഒന്ന് നിർത്തുന്നുണ്ടോ താരെ? അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. DK കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആരും എന്നെ കണ്ണു മേടിച്ചു നോക്കണ്ട. ഞാൻ പറഞ്ഞത് സത്യമാ. ആ വിഘ്നേഷ് കെട്ടാൻ പോയ പെണ്ണിനെ നിങ്ങൾ പോയി പിടിച്ചോണ്ട് വന്നോണ്ടല്ലേ ഇങ്ങനെയെല്ലാം ഉണ്ടായത്. അതുകൊണ്ടല്ലേ അവൻ പ്രതികാരം തീർക്കാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് അത് ചെയ്യാതിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നോ? ഭാര്യയും ഭർത്താവും കൂടെ അന്ന് പോയി വലിയ ഹീറോയിസം കാണിച്ചതല്ലേ. അതിന് പകരം എന്റെ ഗോകുലിന്റെ ജീവൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ ഗോകുലിനെ തിരിച്ചു കിട്ടിയേ പറ്റൂ. മായേ, അവളെ മുറി കൊണ്ടേ കിടത്ത്. മോനെ, അവളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇതിനൊക്കെ കാരണം അവള് പറഞ്ഞ ആ സംഭവം തന്നെയല്ലേ? അമ്മേ, ഞാൻ അതൊക്കെ ചെയ്തത് എനിക്ക് വേണ്ടിയാണോ? എന്റെ എന്തെങ്കിലും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണോ അതൊക്കെ ചെയ്തത്? നമ്മുടെ ശിവയ്ക്ക് വേണ്ടിയല്ലേ? അതിന് അമ്മ എന്നെ കുറ്റപ്പെടുത്തുവാണോ? ഒരിക്കലും അല്ലടാ കണ്ണ. നീ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് അവന്റെ ജീവിതം സുരക്ഷിതമായി. പക്ഷേ അതിന് പകരമായി ഇവരുടെയൊക്കെ മുന്നില് നീ കുറ്റവാളിയായി നിൽക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ അമ്മയ്ക്ക് സങ്കടം. ഏയ്, അതൊന്നും സാരമില്ലമ്മേ. ചില ജന്മങ്ങൾ അങ്ങനെയാ. കുടുംബത്തിന് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഒക്കെ ജീവിച്ചാലും ഏറ്റവും അവസാനം കുറ്റപ്പെടുത്തൽ മാത്രമേ തിരിച്ചു കിട്ടൂ. അതൊക്കെ വിധിയാ.
അതനുഭവിക്കാം, അല്ലാതെ വേറെ മാർഗമില്ല. എടാ, താര പറഞ്ഞത് നീ കാര്യാക്കണ്ട. അവൾ അവളുടെ സങ്കടം കൊണ്ട് നിയന്ത്രണം വിട്ടു പറഞ്ഞു പോയതാ. ആയിരിക്കും. പക്ഷേ എന്നാലും മനസ്സിലിപ്പോഴത് ഉണ്ടായിരുന്നില്ലേ അമ്മേ? അവരവർക്കൊരു കുഴപ്പം വരുമ്പോൾ ശരിയും തെറ്റും നോക്കാതെ ആരെയും കുറ്റപ്പെടുത്താൻ മനുഷ്യർ ശ്രമിക്കും. അത് സ്വാഭാവികമായിരിക്കും. പക്ഷേ ഇവരെയൊന്നും ഞാൻ അങ്ങനെയല്ലോ അമ്മേ സ്നേഹിച്ചത്. സാരമില്ല, ഞാൻ ചെയ്തതിനുള്ള ശിക്ഷ ഞാൻ തന്നെ ഏറ്റുവാങ്ങിക്കോളാം. മൈ ലിറ്റിൽ കണ്ണ, എന്തൊക്കെയാണോ ഇനി കാണാൻ പോകുന്നത്? എന്റെ കുഞ്ഞിനെ നീ കാത്തോണേ. എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? താര അങ്ങനെ പറഞ്ഞതിനാ? അതവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ? ഹിറ്റ്ലറെ, അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ ഇത്തരം ഒരു അവസ്ഥ വന്നാ ആരായാലും ഇങ്ങനെ പറഞ്ഞു പോവില്ലേ? അവളുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചാലേ നമുക്കത് മനസ്സിലാവൂ. ഗോകുൽ എവിടെയാന്ന് കണ്ടെത്താൻ പറ്റാത്തത് നമ്മുടെ വീഴ്ച തന്നെയല്ലേ? അത് മനഃപൂർവ്വമാണെന്നാണോ നീ കരുതുന്നത്? എവിടെയെല്ലാം അന്വേഷിച്ചു, പോലീസുകാരും നാട്ടുകാരും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ടും ഒരു തുമ്പും കിട്ടിയില്ല. ഞാനെന്താ കള്ളം പറഞ്ഞാണെന്നാണോ അവൾ വിചാരിക്കുന്നത്? അതല്ല ഹിറ്റ്ലറെ, ഗോകുലിനെ കാണാതായിട്ട് നേരെ ഇത്രയായി. തിരഞ്ഞു പോയവർക്കാർക്കും ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇവിടെ ആണെങ്കിൽ എല്ലാവരും പേടിച്ചിരിക്കുവോ? അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള ഭയപ്പാടോർത്ത് ഉള്ളിൽ കിടുങ്ങിയിരിക്കുമ്പോ അവളുടെ നിയന്ത്രണം തെറ്റിപ്പോയാ നമുക്ക് എങ്ങനെയുള്ള കുറ്റം പറയാൻ പറ്റും? മൈസാൻ, നമ്മുടെ വീടിന് എന്തോ ശനിദോഷം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മോനെ, നീ എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം. അമ്മേ, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ അവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും ഒക്കെ അന്വേഷിച്ചു. അവിടെ എങ്ങും എത്തിയിട്ടില്ല. അവര് 3 പേരും ഒരുമിച്ചുണ്ടായിരുന്നില്ലേ? അവരുടെ അടുത്തുനിന്നാണല്ലോ ഗോകുൽ പോയത്. അവരുടെ അടുത്തുനിന്ന് ഗോകുലിനൊരു ഫോൺ വന്നിട്ട് പോയിന്നാ ശ്രീരാമും ബാലുവും പറഞ്ഞത്. അതാരാടാ ആ സമയത്ത് അവനെ ഫോണിൽ വിളിച്ചത്? അതെങ്ങനെ എനിക്കറിയാം? അവരോട് പോലും അവനത് പറഞ്ഞില്ല. മൈസാൻ, അവൻ എന്തെങ്കിലും സംഭവിച്ചാ ദേ അവൾ എന്തെങ്കിലും കടുകയും ചെയ്യേ. ഇനി അതും കൂടി താങ്ങാൻ ഈ വീടിന് വയ്യ മോനെ. അമ്മേ, വിഷമിക്കാതിരിക്കാൻ അവളോട് പറ. അവനൊന്നും സംഭവിക്കില്ല. അവൻ തിരിച്ചു വരും. ഞാൻ ഇന്ന് വരെ ജീവിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം ഈ വീടിനും നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ ഓടി നടന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോ അമ്മേ, എന്റെ കുറ്റം കൊണ്ടല്ലല്ലോ ഇത് സംഭവിച്ചത്. എന്നിട്ടും എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? മോനെ, ആരും നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. അവൾ അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. എനിക്ക് വിഷമില്ലെന്നാണോ അമ്മ കരുതിയിരിക്കുന്നത്? അമ്മയ്ക്ക് വിഷമില്ലേ? ശ്രീരാമനും ബാലുവിനും വിഷമില്ലേ? എല്ലാവർക്കും ഉണ്ട് അവരവരുടെ സങ്കടം. ഹിറ്റ്ലറെ, താര ഗോകുലിന്റെ ഭാര്യയാ, അത് ഓർമ്മ വേണം. അതുകൊണ്ട് ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂ ദുഃഖം. നമ്മളെല്ലാം അവനെ ഒരുപാട് സ്നേഹിക്കുന്നവരല്ലേ? അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ആർക്കെങ്കിലും അത് സഹിക്കാൻ പറ്റും? അമ്മേ, അമ്മ പോയി അവളെ ഒന്ന് ആശ്വസിപ്പിക്കും. അവൻ രാത്രി തിരിച്ചെത്തുമെന്ന് പറ. എങ്ങനെയെങ്കിലും ഞാൻ അവനെ കൊണ്ടുവരാം. എവിടെ പോയിട്ടാണെങ്കിലും ഞാൻ അവനെ കൊണ്ടുവരാം. ചെല്ല്. അമ്മ അവളോട് സമാധാനമായിട്ടിരിക്കാൻ പറ.
ഹിറ്റ്ലറെ, അവൻ തിരിച്ചു വരും. എന്തെങ്കിലും ഒരു വിവരം ഉടനെ കിട്ടും. ഈ വഴി വന്ന എന്തായാലും വളരെ നന്നായി. പോകുന്ന വഴിക്ക് എനിക്ക് പാല് മഞ്ഞിട്ട് വീട്ടിൽ പോകാമല്ലോ. അത് നോക്കി, അതൊരാളാണല്ലോ. എന്തോ അപകടം പറ്റിയ ലക്ഷണമുണ്ട്. വാ. ജീവനുണ്ട്. ഇത് നമ്മുടെ ഗോകുലല്ലേ? അതെ. ഗോകുലേ, 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 ഇവിടെ താൻ പോയി വണ്ടി വിളിക്കാം. ഇപ്പൊ വിളിക്കാം. ഗോകുലേ.